ഓ, ഇപ്പം ഞാനാ തെറ്റുകാരൻ. നീ ചെയ്തൊന്നും പ്രശ്നമല്ലേ? നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് സംശയമാ ഞാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ആരെങ്കിലും കൂടെയാണോ എന്നൊക്കെ ഉള്ളതിന്റെ സംശയം. ഓ, അപ്പം ആരടി ശരത്ത്? ജെറി, എത്ര നാളായി ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. എനിക്ക് ഇതിനകത്ത് കിടന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. അയ്യോ, സമയം പോയി. ഡേ, ഇന്നും ദോശയും സാമ്പാർ വേണോ? എന്തേ എന്നും ദോശ സാമ്പാറും കഴിച്ചു മടുത്തോ? ഇതേ മടുപ്പാ എന്നും ഞാൻ റൂമിനകത്തിരിക്കുമ്പോൾ. അതെ, ഉച്ചക്കത്തേക്കിനൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അത് കൊള്ളാം. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ ആരാ കഴിക്കുന്നേ? നീ ഉണ്ടാക്കി വെച്ചാൽ സാമ്പാറും അച്ചാറും അല്ലേ, തന്നെത്താൻ അങ്ങ് തിന്നാൽ മതി. ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം. ഇവിടെ ഇറങ്ങുവേണ്ടേ? പിന്നെ ആ കൊറിയർകാരന് നിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കുന്നത്. പുള്ളി വിളിക്കും. അല്ല, നിന്റെ ഫോൺ എന്തി? കിട്ടിയ ഈ ഫോണെന്ന് പറഞ്ഞ സാധനേ അടുക്കളക്കകത്തും അലമാരിക്കകത്തും ഫ്രിഡ്ജിൻ്റെ മേളിലും കൊണ്ട് വെക്കാനുള്ളതല്ല കേട്ടല്ലോ. അതെ, ഇതുപോലൊരു ഫോൺ എൻ്റെ കയ്യിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോൾ വിളിച്ചാലും ബിസി ആടി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നാൽ ഫ്രീ ടൈം ഉള്ളപ്പോൾ ഇങ്ങോട്ടൊന്ന് വിളിക്കാം. സത്യം പറഞ്ഞ് എനിക്ക് ഇതിനകത്തിരുന്ന് ഭ്രാന്ത് പിടിക്കുക. എടി, അടുത്ത മാസം മുതൽ നീ എറണാകുളത്തിന് ജോലിക്ക് പോവല്ലേ? അപ്പോൾ അതുവരെ മിണ്ടാതെ പറയാതെ ഞാൻ ഇതിനകത്തിരുന്നോണം അല്ലേ? അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഈ ഫ്രണ്ട്സിനെയൊക്കെ തപ്പി പിടിക്കുന്ന ഒരു ആപ്പില്ലേ, അതങ്ങ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. ആപ്പോ ഇങ്ങനെ പോയാൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ? ഡൗൺലോഡ് ചെയ്യൂ, സുഹൃത്തുക്കളെ കണ്ടെത്തൂ. അയ്യോ, അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ? ശരിയാണല്ലോ. ഞാനും വീട്ടിൽ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമല്ലേ, ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. ദൈവമേ, പല കോഴികളും ആവോ? ഹായ് ശരത്. ഹായ്. ശാലുവാ. മനസ്സിലായി. എവിടെ വീട്? എൻ്റെ വീട് പാലക്കാട്. പാലക്കാടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. പാലക്കാട് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ശരത് എന്ത് ചെയ്യാ? ജോലിയാണ് ഉദ്ദേശിച്ചത്. ചെറിയ ജോലിയുണ്ട്, പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം സിനിമയാണ്. അഭിനയാണോ ലക്ഷ്യം? എനിക്ക് കൂടുതലും കഥ എഴുതുക, അത് ഡയറക്ഷൻ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോ ഭാവിയിലെ ഒരു ഡയറക്ടറിനോടാ ഞാൻ സംസാരിക്കുന്നതല്ലേ? അതെ, നമ്മുടെ അടുത്ത് ചീരയാ, ഒന്ന് കൂട്ടി നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇത് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ പറഞ്ഞ ആപ്പില്ലേ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. എനിക്കൊരു ഫ്രണ്ടിനെയും കിട്ടി, ശരത്ത്. അയ്യോ, എന്താ വെള്ളം കുടിക്കേ, വെള്ളം കുടിക്കേ. ഏതാപ്പ്? നിങ്ങൾ പറഞ്ഞ ആപ്പ്. അത് നീ ശരിക്കും ഡൗൺലോഡ് ചെയ്തോ? ചെയ്തു. എടി, ഞാനൊരു തമാശക്ക് പറഞ്ഞാ, അതൊക്കെ വൻ ഉടായിപ്പാ. നീ അങ്ങ് ഡിലീറ്റ് ചെയ്തേ. ഒരു ഉടായ്പും അല്ല. ദേ ഇത് കണ്ടോ, ഞാൻ ഇതുവഴിയാണ് പരിചയപ്പെട്ടത്. പുള്ളി ഒരു ഡയറക്ടറാ, ശരത്ത് എന്ന പേര്. എടി, ഇവനൊക്കെ വൻ ഉടായിപ്പാ. നീ ഇതങ്ങ് ഡിലീറ്റ് ചെയ്തേ. ഒന്നുമല്ല, ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ തന്നെയാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോഴേ ലക്ഷക്കണക്കിന് ആൾക്കാരായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഈ ആപ്പ് എനിക്കൊരു ആപ്പ് ആവുമോ? ശരത്തെ പറ. ആണോ? ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ വരാം. ശരത്താണ് ഇപ്പോൾ വിളിച്ചത്. ഈ വരുന്ന ആഴ്ച അവൻ്റെ സിനിമയുടെ പൂജയാണ്. എന്നെ വിളിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയാലോ? അതെ, ഞാൻ ഇവിടെ ഒരു പണി ചെയ്യുന്നത് കണ്ടില്ലേ? എന്താ പറഞ്ഞാൽ എന്നെ ഒന്ന് സഹായിക്കുക. അതില്ല, 24 മണിക്കൂർ ഫോണെ കുത്തിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ ഇത് വലിയ ഗാർഡൻ അല്ലേ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. നീ പോയി അകത്തുനിന്ന് വളം എടുത്തുകൊണ്ട് വന്നേ.
ആഹാ കണ്ടോ, ഇതൊക്കെ എന്നെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ഐശ്വര്യങ്ങളാ. എന്തായാലും ട്രീറ്റ് വേണം കേട്ടോ. തരാലോ, എന്ത് വേണമെങ്കിലും. ഷാലു, കുറെ നാളോട് ഞാൻ സഹിക്കുന്നു. ഊണിൽ ഉറക്കത്തിൽ ശരത്ത് 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 ആരടിയാണ്? ഷാലു, അത് കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി അതും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ജെറി പറഞ്ഞാൽ ശരിയാ. അവൻ എങ്ങനെയുള്ളവനാന്ന് ആർക്കറിയാം. പക്ഷെ ജെറിക്ക് എന്നെ അറിയാലോ. ഞാൻ അങ്ങനെ നടക്കുന്നവളാണോ? എടി, ഫോൺ മെസ്സേജ് എന്തോ വന്നിങ്ങനെ നോക്കിയതാ. ഹായ്. ഹായ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ നോട്ടം കാണുമ്പോൾ എനിക്കങ്ങ് എന്താ എന്ത് പറ്റി? ഇന്ന് ഓഫീസിൽ പോണ്ടായിരുന്നോ? എൻ്റെ ഒരു പെൻഡ്രൈവ് മിസ്സായി. പെൻഡ്രൈവോ? ഏത് പെൻഡ്രൈവ്? നീ എന്താ സാരി കൊടുത്തേക്കുന്നത്? വിയർത്ത് വിളിച്ചിട്ടുണ്ടല്ലോ. അത് ഞാനൊരു റീല് ചെയ്യുമായിരുന്നു. കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തേ. എന്താ എന്ത് പറ്റി? എന്താ നോക്കുന്നേ? ഞാൻ പോവാ. ആ ജെറി, ജെറി ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ് കിട്ടിയില്ല. ഞാൻ വിളിക്കാം, ഇവിടെ ആൾക്കാരുണ്ട്. ഹലോ, നീ എന്താ ഫോൺ കട്ട് ചെയ്യുന്നേ? നിനക്കെന്താ വീഡിയോ കോൾ എടുത്താലേ? ഞാൻ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്, അതാ ഞാൻ കട്ട് ചെയ്യുന്നത്. അതെ, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയണം. ഇതൊരുമാതിരി മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. അതെ, എൻ്റെ മനസ്സിലൊന്നുമില്ല. ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അത് പറ. ജെറി, നീ എന്തിനാ ഇങ്ങനെ ടോക്സിക് ആവുന്നേ? ടോക്സിക്കോ? ഞാനോ? നിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നത് ടോക്സിക്കാണോ? ആ ചിറ്റപ്പ, ഇല്ല, ഞാൻ കുറച്ചു മുമ്പേ വന്നത്. ഇങ്ങനെയൊക്കെ നീ ചെയ്യുമ്പോ എനിക്ക് നിന്നോട് ഇഷ്ടമല്ല തോന്നുന്നേ. ഒരുമാതിരി ശ്വാസം മുട്ടലാണ് എനിക്ക്. ജെറി, പറഞ്ഞാലും മനസ്സിലാവത്തില്ല. നിനക്കിപ്പോഴും എന്നെ സംശയമാണോ? ദേ, നീ നോക്ക്. എടാ, സത്യം പറഞ്ഞ ഇന്നലെ മുതൽ നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്.
സാരമില്ലടാ പോട്ടെ. ഞാനും കുറച്ച് ഓവറായിപ്പോയി. സോറി. ഇറ്റ്സ് ഓക്കെ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ? ഞാൻ നല്ല അപ്പം മുട്ട റോസ്റ്റും ഉണ്ടാക്കി തരാം. മുട്ട റോസ്റ്റോ? അതിന് നിനക്ക് സാമ്പാറും മാത്രമല്ല ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ആര് പറഞ്ഞു? എനിക്കേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ആര്? ശരത്ത്. ഓക്കെ.